കൃഷി മുതൽ ചിത്രരചന വരെ നീളുന്ന വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചൊരു പ്രവാസി വനിതയുണ്ട് കുവൈത്തിൽ. ഫഹീമ അഹമ്മദ്. മംഗലാപുരത്ത് വേരുകളുള്ള ഒരു തലശ്ശേരിക്കാരി. കുവൈത്തിലെ മരുഭൂമിയിൽ നിന്നുള്ള മലയാളി തനിമയുള്ളൊരു പച്ചപ്പിൻ്റെ കഥയാണിത്. ഗാർഡനിങ്, കുക്കിംഗ്, ചിത്രരചന തുടങ്ങി പല മേഖലകളിലും മികവ് തെളിയിക്കുന്ന ഫഹീമ അഹമ്മദിൻ്റെ കഥ. ഒരു 15 വർഷമായിട്ട് ഇത് ഗാർഡനിങ് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു തക്കാളി ചെടിമല്ല് തുടങ്ങിയതാണ്. എൻ്റെ ഉമ്മ 2011 വന്നപ്പം ഒരു കിച്ചണിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഉള്ള മണ്ണിലൊക്കെ അങ്ങ് വിതറിയപ്പം അതിൽ മുളച്ച് വന്ന തക്കാളി ചെടിമല്ല് തുടങ്ങിയതാണ്. പിന്നെ ഓരോന്നായി പരീക്ഷണം തുടങ്ങി. നാട്ടിൽ നിന്ന് വിത്തുകൾ കൊണ്ടുവന്ന് ഇവിടെ ചെയ്യൽ തുടങ്ങി. അങ്ങനെ ഓരോരോ വെറൈറ്റികളും ചെടി വളർത്താൻ തുടങ്ങി. ആദ്യം ഔട്ട്ഡോർ ചെടികളായിരുന്നു അധികം, പച്ചക്കറികളും പിന്നെ പൂക്കളൊക്കെ ആയിരുന്നു. പിന്നെ ഗ്രാജുവലി ഇൻഡോർ ചെടികളോടുള്ള ഇഷ്ടം കൂടി. അങ്ങനെ ഇൻഡോറിലും വെറൈറ്റി ചെടികൾ കൊണ്ടുവരൽ തുടങ്ങി. പിന്നെ കുറച്ച് കാലം മുമ്പ് ടെറേറിയമിലുള്ള ഒരു ഹോബി തുടങ്ങി. അങ്ങനെ ടെറേറിയമിന് പറ്റുന്ന ചെടികളും കളക്ട് ചെയ്ത് ടെറേറിയം ഉണ്ടാക്കലും തുടങ്ങിയായിരുന്നു. കുഞ്ഞുനാളിൽ വീട്ടുമുറ്റത്ത് ചെടികളും പച്ചക്കറികളും നട്ടുവളർത്തി പരിചയസമ്പന്നയായ ഫഹീമയ്ക്ക് പ്രവാസ ജീവിതത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ കുവൈത്തിലെ മരുഭൂമിയിലെ ചൂടിൽ ചെടികൾ തളിർക്കുമോ, പൂവിടുമോ, കായ്ക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. 2011 പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറിയ ഘട്ടം. ഉമ്മയ്ക്കൊപ്പം തക്കാളി പൊട്ടിച്ച് ചട്ടിയിൽ വിത്തിട്ടു. അത് വളർന്ന് വലിയ രൂപത്തിൽ ഫലം തന്നു. അതായിരുന്നു ആദ്യ പ്രചോദനം. ഇപ്പോൾ തക്കാളി തന്നെ പിന്നെ ലേറ്റർ ഓൺ ഞങ്ങൾ പിന്നെ കുറേ വെറൈറ്റീസ് തുടങ്ങിയാണ്. ചെറി ടൊമാറ്റോസിൽ തന്നെ 3 ടൈപ്പ് ഓഫ് വെറൈറ്റി, ഡിഫറെൻറ്റ് കളേഴ്സ്. പിന്നെ ലീഫി വെജിറ്റബിൾസാണ് അധികം ഞാൻ ഉണ്ടാക്കാറ്. പാലക്ക്, ചാട്, പിന്നെ കേല്, അങ്ങനത്തതൊക്കെ ആയിരുന്നു അധികം ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഇവിടെ കുവൈത്തിലെ കാലാവസ്ഥക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വളർത്തുന്നത് കുറച്ചുകൂടി ഫേവറബിൾ ആയിരുന്നു. വർഷങ്ങൾക്കിപ്പുറവും ഫ്ലാറ്റിൽ തക്കാളിയും മുളകും വേപ്പിലയും അമരയും മറ്റു പച്ചക്കറികളും വിളയിച്ചു വിജയിച്ചിരിക്കുകയാണ് ഫഹീമ. അവയ്ക്കൊപ്പം ഫ്ലാറ്റിലെ ഇത്തിരി സ്ഥലത്ത് പൂക്കളും ചിരിച്ചും മണം പരത്തിയും നിറഞ്ഞു നിൽക്കുന്നു. ഇതാണ് എൻ്റെ മെയിൻ ഏരിയ. എൻ്റെ മെയിൻ ഹോബി ഗാർഡനിങ് ആണ്. ഇവിടെ വന്ന് ഗാർഡനിങ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ്, ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. 2007 ഭർത്താവ് സയ്യിദ് ഫൈസലിനൊപ്പം ഫഹീമ കുവൈത്തിലെത്തുന്നത്. വൈകാതെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലിക്ക് പോയി തുടങ്ങി. സ്പെഷ്യൽ നീഡ്സ് ടീച്ചിങ്ങിന് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, പേഷ്യൻസും കുറേ ഹാർഡ് കോർ ജോബാണ്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഇവിടുത്തെ ചെടികളൊക്കെ പരിപാലിക്കലും വളമിടലും വെള്ളമൊഴിക്കലും ഒക്കെ. അത് ചെയ്യുന്നതുകൊണ്ട് ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു റിഫ്രഷിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാകുമ്പം ഒരു മൂഡൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വരുമ്പം എനിക്ക് പിന്നെ എൻ്റെ ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും ആ നെക്സ്റ്റ് ഡേയിൽ ഒരു റിഫ്രഷായിട്ട് തിരിച്ച് ജോലിക്ക് പോകാനും എൻ്റെ ഈ ഗാർഡനും എൻ്റെ ചെടികളും നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കടുത്ത ചൂടും കൊടുന്തണുപ്പും മാറി മാറി വരുന്ന കുവൈത്തിൽ മട്ടുപ്പാവ് കൃഷി എങ്ങനെ വിജയിപ്പിക്കാമെന്ന ചിന്ത ഉടലെടുത്തു. വിത്തിടാനും വളർത്താനും കുവൈത്തിലെ സമയവും കാലവും പഠിച്ചെടുത്തു. പച്ചമുളകിലും തക്കാളിയിലും പാലക്കിലും തുടങ്ങിയ കൃഷി ഇപ്പോൾ മഷ്റൂം വരെ എത്തി നിൽക്കുന്നു. ഈ പ്രാവശ്യം ഞാൻ പരീക്ഷിച്ച ഒരു സാധനമാണ് മഷ്റൂംസ്. ഞാൻ നാട്ടിൽ നിന്ന് ആമസോണിന് സ്പോണ് കൊണ്ടുവന്ന് ഇവിടെ തണുപ്പ് സമയത്ത് കുറച്ച് എന്താ പറയുക വെളിച്ചമൊക്കെ കുറഞ്ഞ വിൻ്റർ സമയത്ത് ഞാനത് ഇത് ചെയ്തതാണ്, ചെയ്തതാണ്. അത് ആദ്യം കുറച്ച് ടൈം എടുത്തു. എനിക്കതിൻ്റെ ഗ്രോത്ത് റേറ്റ് ഒന്നും ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് അറിയാത്തതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. അത് റീസെൻ്റ്ലി ആണ് ഭയങ്കര റാപ്പിഡായിട്ട് വളരാൻ തുടങ്ങിയത്. ഫ്ലാറ്റിലെ 2 ബാൽക്കണികളിൽ ഒന്നിൽ പൂക്കളും മറ്റൊന്നിൽ പച്ചക്കറികളും നിറഞ്ഞു നിൽക്കുന്നു. ബോഗൻവില്ലയും മുല്ലവെള്ളയും നിറവും മണവും പരത്തുന്നു. വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാനും നോക്കാറുണ്ട്, ഹോം മെയ്ഡ് ഫെർട്ടിലൈസേഴ്സ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇത് കമ്പോസ്റ്റ് ബിന്നുകളാണ്.
ഇത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പം ഉള്ളി, പിന്നെ വെളുത്തുള്ളി തോടുകൾ ഒഴിച്ച്, പിന്നെ ചെറുനാരങ്ങ, ഈ തോടുകൾ ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറി വേസ്റ്റും ഇതിലിട്ടിട്ട് കമ്പോസ്റ്റ് മേക്കർ ഇട്ടിട്ട് കുറച്ച് കാലം വെക്കും. അത് ഇനി പിന്നെ കംപ്രസ് ആയതിന് ശേഷം അതിൻ്റെ വെള്ളം ഇറങ്ങി താഴോട്ടുള്ള ലെയറിൽ വന്ന് നിൽക്കും. അത് കളക്ട് ചെയ്തിട്ട് ഒരു ബക്കറ്റ് ഓഫ് വെള്ളത്തിൽ 1 ലിറ്റർ ഈ വെള്ളം ഒഴിച്ചിട്ട് ആണ് ഫെർട്ടിലൈസ് ചെയ്യാറ്. ബാൽക്കണി ഗാർഡൻ മത്സരത്തിൽ കലാകുവൈത്തിന്റെ കലാകൃഷി അവാർഡും ലുലു ഹൈപ്പർ മാർക്കറ്റ് പുരസ്കാരവും ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ ഇതിനിടെ ഫഹീമയെ തേടി വന്നു. കുഞ്ഞു കുഞ്ഞു ഫോട്ടോകളും വരയും ചേർത്ത് വെക്കുന്ന സ്റ്റോപ്പ് മോഷനിലും ഇതിനിടെ ഫഹീമ ഒരു കൈനോക്കി. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് മാക്രമേ ചെയ്യൽ. ഇതുകൊണ്ട് മടഞ്ഞ് ഉണ്ടാക്കുന്ന പോട്ട് ഹാങ്കേഴ്സ്, ലൈറ്റ്സിനുള്ള ഹാങ്ങിങ് ചെയ്യുന്നത് ഒക്കെ അതൊരു എൻ്റെ ഒരു വലിയ ഇഷ്ടമുള്ള ഒരു ഹോബിയാണ്. മലബാർ വിഭവങ്ങളുടെ തലശ്ശേരി രുചിയുമായാണ് ഫഹീമ കുവൈത്തിലെത്തിയത്. ചിത്രം വരയും റൂം മേക്ക് ഓവറുമൊക്കെയാണ് ഫഹീമയുടെ മറ്റു ഇഷ്ടങ്ങൾ. ടർക്കിഷ്, ഒമാനി വിഭവങ്ങളും മറ്റു ഇൻ്റർനാഷണൽ ഇനങ്ങളും ചേർത്തതോടെ പാചക ക്ലാസും ഹിറ്റായി. ഇതിലും തൻ്റേതായ ശൈലിയിൽ ഇവർ മികവ് തെളിയിച്ചു കഴിഞ്ഞു. ഭർത്താവിൻ്റെയും മക്കളുടെയും പരിപൂർണ പിന്തുണയാണ് തൻ്റെ വിജയത്തിന് കാരണമെന്ന് പറയുന്നു ഫഹീമ. പിന്നെ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഫാമിലി സപ്പോർട്ട് കാരണമാണ്. എൻ്റെ കുട്ടികളാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ ടൈം മാനേജ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്.